CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അത് സ്ഥാപനത്തിൻ്റെ സാമൂഹിക ഉത്തരവാദിത്തമാണ്. കമ്പനി പ്രോഫിറ്റബിൾ ആക്കുക എന്നത് മാത്രമല്ലാതെ നമുക്ക് മറ്റു ലക്ഷ്യത്തോടൊപ്പം സൊസൈറ്റിക്കും എൻവയോൺമെൻറ്റിനും യൂസ്ഫുള്ളായ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് CSRൻ്റെ പ്രധാന ലക്ഷ്യം. CEO CSR ആക്ടിവിറ്റിയുടെ ചുമതല എന്നെ ഏൽപ്പിച്ചപ്പോൾ തന്നെ ആദ്യം കിട്ടിയ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇത് എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നു എന്നതിലല്ലായിരുന്നു, ആരിലേക്കാണ് ഇത് എത്തിപ്പെടേണ്ടത്, അവർക്കിത് പ്രയോജനപ്പെടുമോ എന്നുള്ള ഒരു കാര്യമായിരുന്നു പ്രയോറിറ്റി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മെയ്ഡ് ഇൻ സ്പേസ് മീഡിയ ഒരു വലിയ കോർപ്പറേറ്റ് കമ്പനി ഒന്നുമല്ല. ഞങ്ങൾക്ക് അങ്ങനെ പറയത്തക്ക ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു CSR ഫണ്ടും ഇല്ല. എന്നാലും സോഷ്യൽ ഡെവലപ്മെൻറ്റും ഡിജിറ്റൽ എഡ്യൂക്കേഷൻ, പബ്ലിക് വെൽഫെയർ പോലുള്ള പല മേഖലകളിൽ ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയാൽ വി ആർ ഓൾവേസ് ഹാപ്പി ആൻഡ് വില്ലിംഗ് ടു ബി പാർട്ട് ഓഫ് സച്ച് ഇനിഷ്യേറ്റീവ്സ്. പ്രോജക്റ്റ് തുടങ്ങിയത് വളരെ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് എത്തിച്ചേരപ്പെടാൻ പറ്റിയ സ്കൂളുകൾ നമ്മൾ നേരിട്ട് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവിടുത്തെ സ്ഥിതിഗതികൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതോടൊപ്പം അവിടുത്തെ വാർഡ് മെമ്പേഴ്സിനെയും മറ്റ് സ്ഥലങ്ങളിലെ കൗൺസിലറെയും ഒക്കെ നമ്മൾ നമ്മുടെ റിക്വയർമെൻറ്റ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറിയിച്ചതിലൂടെയാണ് പോത്തൻകോടിലെ വാർഡ് മെമ്പർ ശ്രീ സാജൻലാൽ നമ്മളെ വിളിക്കുകയും അതുവഴി ഗവൺമെൻറ് UPS പോത്തൻകോട് എന്ന് പറഞ്ഞ ഈ സ്കൂളിൽ എത്തിച്ചേരുകയും ചെയ്തത്. 2 മാസം മുന്നെയാണ് മെയ്ഡ് ഇൻ സ്പേസ് എന്ന് പറയുന്ന കമ്പനി സ്കൂളിൽ ബന്ധപ്പെടുകയും അവർ നമുക്ക് കമ്പ്യൂട്ടർ ലാബിനായിട്ട് കുറച്ച് എക്യുപ്മെൻറ്റ്സ് തരാമെന്ന് പറയുകയുണ്ടായത്. ആ സമയത്താണ് ഞാൻ അറിയുന്നത് നമ്മുടെ ഇത്രയും മികച്ചൊരു സ്കൂളിൽ ഒരു കമ്പ്യൂട്ടർ ലാബ് ഇല്ല എന്നുള്ളത്. സ്കൂൾ ഫിക്സ് ചെയ്ത് അവിടുത്തെ HM ശ്രീ ഷഫീല മാമുമായി സംസാരിച്ചപ്പോഴാണ് അവിടുത്തെ പ്രധാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയത്. അവിടെ ഒരു കമ്പ്യൂട്ടർ ലാബ് ഫെസിലിറ്റി പോലും ഇല്ലായിരുന്നു. നമസ്കാരം, ഞാൻ ഷഫീല, പോത്തൻകോട് UPSലെ ഹെഡ് മിസ്ട്രസ്സാണ്. ഈ അവസരം മനസ്സ് നിറഞ്ഞ സന്തോഷം തന്നെയാണ്. കാരണം എൻ്റെ മക്കൾക്കായി ഒരു IT ലാബ് കിട്ടുന്നുവെന്ന ആ സന്തോഷം ഏറ്റവും വലുതാണ്. ഞങ്ങളുടെ സ്കൂളിൽ കോവിഡിന് ശേഷം ഒരു IT ലാബ് ഇല്ല. അത് ഒരു ഏറ്റവും വലിയ പോരായ്മയായി തന്നെ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഈ വിദ്യാലയം ഒരു അക്ഷര മുത്തശ്ശി എന്നാണ് നമ്മുടെ ഈ പ്രദേശത്തെ ഒത്തിരി അറിവ് പകർന്നു നൽകിയിട്ടുള്ള ഒരു വിദ്യാലയമാണ് പോത്തൻകോട് ഗവൺമെൻറ് UPS. എന്നാലും നമ്മൾ ഈ വിദ്യാലയത്തിൽ കഴിഞ്ഞ കോവിഡിന് ശേഷം നമുക്ക് IT മേഖലയിൽ നമുക്ക് കമ്പ്യൂട്ടർ ലാബിൻ്റെ ഒരു അപര്യാപ്തത ഉണ്ട്. ഡിജിറ്റൽ റിസോഴ്സസ് ധാരാളമുണ്ട്. ഞങ്ങളുടെ സമഗ്ര പോലുള്ള ഓൺലൈൻ പോർട്ടുകളിൽ അത് കുട്ടികളിൽ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ കവിതയായാലും മലയാളത്തെ സംബന്ധിച്ച് ഞാൻ മലയാളം ആണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കവിതയോ കഥയോ ഒക്കെ ആയിട്ട് ഓൺലൈനിലുള്ള സംവിധാനങ്ങൾ, ഡിജിറ്റൽ റിസോഴ്സസുകൾ, ഡിജിറ്റൽ കണ്ടൻറ്റുകൾ കുട്ടികളിൽ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ടീച്ചറോടും കുട്ടികളോടും സംസാരിച്ചപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് അവർ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ വരെ തിയറി രീതിയിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു പ്രാക്ടിക്കൽ, അതൊരു കമ്പ്യൂട്ടർ ലാബ് ഇല്ലാത്തതിൻ്റെ സീരിയസ്നെസ് എത്രത്തോളം വലുതാണ് അവിടെ എന്ന് മനസ്സിലായത്. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് പുതിയതായി നടപ്പിലാക്കുന്ന കുറച്ച് പദ്ധതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി. അതായത് നമ്മുടെ പണ്ട് കാലങ്ങളിൽ കുട്ടികൾക്ക് വായനാമൂലകൾ എന്ന് പറയുന്ന ഒരു സംവിധാനം, അതായത് ക്ലാസ്സുകൾക്കുള്ളിൽ ലൈബ്രറികൾ എത്തിച്ചിരുന്ന ഒരു സംവിധാനമാണ് വായനാമൂല എന്ന് പറയുന്നത്. അതുപോലെ ഇപ്പോൾ ക്ലാസ്സുകൾക്കുള്ളിൽ കമ്പ്യൂട്ടറുകൾ എത്തിക്കുക എന്നുള്ള ഗവൺമെൻറ്റിൻ്റെ പുതിയൊരു സംവിധാനമാണ് ഡിജിറ്റൽ സ്ക്വയർ. ഈ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ഒരു സ്കൂളിൽ കുറഞ്ഞത് 2 കമ്പ്യൂട്ടറും അതോടൊപ്പം അത് സജ്ജീകരിക്കാനുള്ള ഒരു സ്പേസും ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു പ്രത്യേക നിബന്ധന ഇപ്പോൾ ഗവൺമെൻറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ കിട്ടുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് ഈ ഡിജിറ്റൽ സ്ക്വയർ പദ്ധതി വളരെ നല്ല രീതിയിൽ സ്കൂളിൽ നടപ്പിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് പുതിയതായി നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് ജൂനിയർ. ഹൈസ്കൂൾ തലങ്ങളിലെ കുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ് എന്നുള്ള പദ്ധതി. കുട്ടികളുടെ IT സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ്. അപ്പോൾ ഇതിൻ്റെ ജൂനിയർ തലം UP ക്ലാസ്സുകളിൽ ഈ വർഷം മുതൽ നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചും ഞങ്ങൾക്ക് ഈ കമ്പ്യൂട്ടറുകൾ വളരെ അത്യാവശ്യമായിരുന്നു. ഞങ്ങളുടെ കുട്ടികളെ ഇതിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം ഞങ്ങൾ ഈ ഒരു ലിറ്റിൽ കൈറ്റ്സ് ജൂനിയർ എന്നുള്ള പദ്ധതി നടപ്പിലാക്കാനും ഈ വർഷം മുതൽ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ 5 ക്ലാസ്സിലായിട്ട് ഒരു പ്രൊജക്ടറാണുള്ളത്. ആ ഒരു പ്രൊജക്ടറിലാണ് എല്ലാ ക്ലാസ്സിനെയും വീഡിയോ ഇട്ട് കാണിക്കാറുള്ളത്. നമ്മൾ പ്രാക്ടിക്കൽ അധികം അങ്ങനെ ചെയ്യിക്കാനുള്ള സൗകര്യം ഇപ്പോൾ കുട്ടികൾ കൂടുതലാണ്, നമുക്ക് ഉള്ള സോഴ്സ് കുറവുമാണ്. കുറച്ച് കുട്ടികളെ മാത്രമൊക്കെ ഇരുത്തി ഒരു എന്താണെന്ന് പറയുക നല്ല രീതിയിൽ പ്രാക്ടിക്കൽ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വാസ്തവം.
ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ലാപ്ടോപ്പും ഫോണുകളൊക്കെ വെച്ചാണ് എല്ലാം പഠിക്കുന്നത്. AI-ലൂടെയൊക്കെയാണ് സംശയങ്ങളൊക്കെ തീർത്ത് എല്ലാം പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിലൊരു IT ലാബ് ഇല്ലാത്തത് നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. നമുക്ക് ഇതുവരെ ഒരു കമ്പ്യൂട്ടർ എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള അവസരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവിടെ ഉള്ളൊരു ലാപ്ടോപ്പ് ടീച്ചർ തന്നെ കൊണ്ടുവന്ന് പഠിപ്പിക്കും. പിന്നെ നമ്മളിങ്ങനെ കുറേ മേഖലയിലൊക്കെ പോയി ഇതൊക്കെ മനസ്സിലാക്കും. നമ്മളടുത്ത് ടീച്ചർ തന്നെ പറയും ഇതിനെപ്പറ്റി ഒന്ന് തിങ്ക് ചെയ്ത് അതിനെപ്പറ്റിയൊക്കെ ഒന്ന് അന്വേഷിക്കാനൊക്കെ പറയും. വീട്ടിലെ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒന്ന് നോക്കാനൊക്കെ പറയും. ഈ ഇനിഷ്യേറ്റീവിലൂടെ ഞങ്ങളുടെ ഒബ്ജക്റ്റീവ് ഒരു ഡൊണേഷൻ നൽകുക എന്നതിലല്ലായിരുന്നു. ടെക്നോളജിയും ഡിജിറ്റൽ ലേണിങ്ങും കൂടുതൽ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുക, അവർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ ഒരു ലേണിംഗ് ജേണിക്ക് ഒരു ചെറിയൊരു സപ്പോർട്ട് നൽകുക എന്നതായിരുന്നു ഒരു ഐഡിയ. ഗവൺമെൻറ് ഡിജിറ്റൽ സ്ക്വയർ എന്ന പദ്ധതിക്ക് മിനിമം 2 കമ്പ്യൂട്ടറും ഡെഡിക്കേറ്റഡായിട്ടൊരു ക്ലാസ് റൂമും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു കമ്പ്യൂട്ടർ ലാബ് പോലും ഇല്ലാതെ വെറും തിയറി മാത്രം പഠിച്ച് ഈ കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. നമുക്കറിയാം ഒരു പൊതുവിദ്യാലയത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ അതിനെ നമ്മൾ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിവിധങ്ങളായിട്ടുള്ള പൊതു ഇടങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ നമ്മൾ നേടാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സഹായം നമ്മുടെ സ്കൂളിലേക്ക് ഇപ്പോൾ നമുക്ക് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടും എന്നാണ് പ്രതീക്ഷ. മെയ്ഡ് ഇൻ സ്പേസ് മീഡിയയുടെ ആൾക്കാർക്ക് ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. കൂടുതൽ കുട്ടികളിലേക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം എത്തുകയാണ്, അവരുടെ അടുത്തേക്ക് എത്തുകയാണ്. കൂടുതൽ പ്രയോജനപ്രദമാകട്ടെ. കമ്പനിയുടെ ഒരു സക്സസ് എന്ന് പറയുന്നത് അത് അതിൻ്റെ ഒരു റവന്യൂവിലോ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിലോ അതിൽ മാത്രം നമുക്ക് അത് ഒന്നും നമുക്ക് വെച്ച് മെഷർ ചെയ്യാൻ കഴിയുന്നതല്ല. സൊസൈറ്റിയിൽ നമുക്ക് എത്രത്തോളം പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് നമുക്ക് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റുമോ അതും ഒരു ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ആക്ടിവിറ്റിയിലൂടെ ആക്ച്വലി നമുക്ക് ഒരു സ്റ്റുഡൻസിൻ്റെ ഒരു സന്തോഷവും ടീച്ചേഴ്സിൻ്റെ ആ ഒരു അപ്രിസിയേഷനും ഇതൊക്കെ കാണാൻ കഴിഞ്ഞതാണ് ഞങ്ങൾക്ക് വളരെ ഒരു സന്തോഷമായ ഒരു കാര്യം. ഞങ്ങൾ നൽകുന്ന ഈ സഹായം ഒരു കമ്പ്യൂട്ടർ ലാബ് ഒരുക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. കുട്ടികൾക്ക് അവരുടെ ഭാവിയിലെ പഠനത്തിനും കരിയറിനും ആവശ്യമായ ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലൈക്ക് സ്മോൾ എഫേർട്സ് ക്യാൻ ക്രിയേറ്റ് ബിഗ് ചേഞ്ചസ് എന്നതാണ് ഞങ്ങളുടെ ശരിക്കും ബിൽ.